Module 3 Supply Chain Management. Importance of Supply Chain Management. Supply chain management is a systematic and strategic coordination of management for supply of goods required by the end customers. The activities under supply chain management covers everything from product to its development, sourcing and logistics. Supply chain management എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് അതിൻ്റെ പ്ലേസ് ഓഫ് ഒറിജിനിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന, അതായത് എൻഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന ആ പ്രോസസ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും സ്ട്രാറ്റജിക്കലി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇവിടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, സോഴ്സിങ്, ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഉൾക്കൊള്ളുന്നതാണ്. Supply chain management plays an important role in organizational activities and an essential element to operational efficiency and can be applied to company success. It is the backbone of the organization which manages the critical issues of a business organization. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ സക്സസീവായിട്ട് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എല്ലാ ഓപ്പറേഷണൽ എലമെൻറ്റ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ ബിസിനസ് ഡിസിഷന് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ഇഷ്യൂസ് മാനേജ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ബാക്ക് ബോണായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. Then the global companies being forced to look for production center where cost of raw materials and labor are cheap and to compete and withstand in the global market, supply chain management is helpful for organizations. അപ്പോൾ ഓർഗനൈസേഷൻസിന് മെയിനായിട്ട് അവരുടെ ഗ്ലോബലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഗ്ലോബൽ കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിനെ ഫോക്കസ് ചെയ്യേണ്ടി വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ചീപ്പായിട്ട് പ്രൊഡക്റ്റ്, അതായത് ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. കാരണം നമ്മൾക്ക് ഗ്ലോബലി എവിടെ നിന്ന് വേണമെങ്കിലും മെറ്റീരിയൽസ് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ എവിടെയാണോ നമ്മൾക്ക് റേറ്റ് കുറവെന്ന് തോന്നുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾക്ക് സോഴ്സസ്, അതായത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. ദെൻ ചീപ്പസ്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇവിടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി, ദെൻ സപ്ലൈ ചെയിൻ പ്ലാനിങ്, സപ്ലൈ ചെയിൻ എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ, അസറ്റ് മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഐറ്റംസാണ് ഇതെല്ലാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദെൻ നെക്സ്റ്റ് ആണ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് റെഡ്യൂസസ് ഇൻവെൻറ്ററി കോസ്റ്റ്. നമ്മളുടെ ഇൻവെൻറ്ററി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ഇൻവെൻറ്ററീസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്താൽ നമ്മൾ കൊണ്ടുവരുന്ന ഇൻവെൻറ്ററീസ്, അതിന് വരുന്ന ക്യാരിയിങ് കോസ്റ്റ്, അങ്ങനെയുള്ള ചാർജസ് ഒക്കെ കുറച്ചുകൊണ്ട് നമ്മൾക്ക് പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസസ് ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോ മെറ്റീരിയൽസൊക്കെ ചീപ്പറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വെച്ച് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതിലൂടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ആണ് പ്രൊവൈഡ്സ് ബെറ്റർ മീഡിയം ഫോർ ഇൻഫർമേഷൻ ഷെയറിങ്. ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ്വർക്കായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ്സ് എഫിഷ്യൻറ്റ് മാനുഫാക്ചറിങ് സ്ട്രാറ്റജി. ഒരു ഓർഗനൈസേഷന് മാനുഫാക്ചറിങ് സ്ട്രാറ്റജീസ് എഫിഷ്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ, കോമ്പറ്റബിലിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മറ്റുള്ള കമ്പനീസിൻ്റെ കോമ്പറ്റേറ്റീവ്നെസ് അസസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു മാനുഫാക്ചറിങ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ആൻഡ് ദെയർബൈ ഇൻക്രീസസ് പ്രോഫിറ്റ് മാർജിൻ. ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടും. ദെയർബൈ വി ക്യാൻ ഇൻക്രീസസ് ദ പ്രോഫിറ്റ് ഓഫ് ദ കൺസേൺ. ദെൻ നെക്സ്റ്റ് റെഡ്യൂസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓർഗനൈസേഷന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ എക്സ്പെൻസസ് കുറയ്ക്കാം. ദെൻ ഡെലിവറി ചാർജസ്, ഷിഫ്റ്റിംഗ്, ദെൻ വെയർ ഹൗസിംഗ് ചാർജസ്, ഇതൊക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിമാൻഡ് കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് വേസ്റ്റേജ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ആ ടൈമിൽ നമ്മൾക്ക് ഇൻവെൻട്രീസ് ലഭിച്ചാൽ മതി. അതുപോലെ പ്രൊഡക്ഷൻ കറക്റ്റ് ടൈമിൽ ഷെഡ്യൂൾ ചെയ്യാം. വേസ്റ്റേജ് ഇല്ലാതെ നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ഡിക്രീസസ് പർച്ചേസിംഗ് കോസ്റ്റ്. Retailers depends on supply chain to quickly deliver expensive products to avoid holding costly inventories in stores any longer than necessary. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് നമ്മളുടെ ഇൻവെൻറ്ററീസ് സപ്ലൈ ചെയ്യാനുള്ള റീറ്റെയിലേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ജസ്റ്റ് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രം ഇൻവെൻറ്ററീസ് ലഭിച്ചാൽ മതി. സോ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്
ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഇൻവെൻട്രീസ് സ്റ്റോർ ചെയ്യുന്ന കോസ്റ്റൊക്കെ കുറച്ചുകൊണ്ട് പർച്ചേസിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ക്വിക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ സപ്ലൈ ചെയിനിലൂടെ ഓർഗനൈസേഷന് ആവശ്യമുള്ള ഇൻവെൻട്രീസ് ക്വിക്കായിട്ട് ലഭിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിക്രീസസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. Manufacturers depends on supply chain to reliably deliver materials to assembly plants to avoid material shortages that would shut down production. ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞു, പർച്ചേസിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. മാനുഫാക്ചറിങ് യൂണിറ്റിന് നമ്മൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ക്വിക്കായിട്ട് സപ്ലൈ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ മെറ്റീരിയൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലയബിളായിട്ട്, അതായത് വിശ്വസ്തയോടുകൂടി നമ്മൾ സപ്ലൈ ചെയിൻ റിസോഴ്സിലൂടെ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ പ്രോസസ്സിലൂടെ മാനുഫാക്ചറിങ് ഫേമിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അസംബ്ലി ചെയ്യാനുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഷോർട്ടേജ് ഒന്നും കൂടാതെ തന്നെ പ്രൊഡക്ഷന് എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ അതിലൂടെ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്യാതെ, അതായത് പ്രൊഡക്ഷനിൽ ഡിലേ ഒന്നും വരാതെ തന്നെ നമ്മൾക്ക് പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിക്രീസസ് ടോട്ടൽ സപ്ലൈ ചെയിൻ കോസ്റ്റ്. Manufacturers and retailers depends on supply chain managers to design network that meet customer service goals at least total cost. Efficient supply chain enables a firm to be more competitive in the marketplace. Total supply chain cost എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഫേമിൽ നിന്ന് റീറ്റെയിലേഴ്സിലൂടെ ടോട്ടൽ ഫൈനൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിൽ വരുന്ന കോസ്റ്റുകളെ മാക്സിമം നമ്മൾക്ക് കുറയ്ക്കാൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സപ്ലൈ ചെയിൻ പ്രോസസ്സിലൂടെ നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൊടുക്കേണ്ട സർവീസുകൾ ലീസ്റ്റ് ടോട്ടൽ കോസ്റ്റിൽ നമ്മൾക്ക് കൊടുക്കാം. ദെൻ കോമ്പറ്റേറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ എത്തിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവായിട്ട് നമ്മൾക്ക് പെർഫോം ചെയ്യാം. ഇംപ്രൂവ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൂടെ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാനും അതുപോലെ തന്നെ സ്മൂത്തായിട്ട് ഓർഗനൈസേഷനിലെ ഫംഗ്ഷനിങ് മുന്നോട്ട് കൊണ്ടുപോകാനും ഡിലേസ് ഒന്നും കൂടാതെ പ്രൊഡക്ഷൻ നടത്താനും സാധിക്കുന്നത് കൊണ്ട് തന്നെ ഓർഗനൈസേഷന് റവന്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. സോ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസ് ഓർ കമ്പോണൻറ്റ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. Supply chain management is the management of the flow of goods and services, includes all processes that transforms raw materials into final products. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ഷൻ ഫേമിൽ നിന്നും അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ ചെയിനിൽ ഈ ഗുഡ്സിനെ അല്ലെങ്കിൽ സർവീസസിനെ അതിൻ്റെ റോ മെറ്റീരിയൽ ഫോമിൽ നിന്ന് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്യുമ്പോഴാണ് അതിന് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ദ ആക്റ്റീവ് സ്ട്രീം ലൈനിങ് ഓഫ് എ ബിസിനസ്സസ് സപ്ലൈ സൈഡ് ആക്ടിവിറ്റീസ് ടു മാക്സിമൈസ് കസ്റ്റമേഴ്സ് വാല്യൂ ആൻഡ് ഗെയിൻ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഇതിലൂടെ ഓർഗനൈസേഷൻ്റെ സപ്ലൈ സൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസിനെ സ്ട്രീം ലൈൻ ചെയ്യാനും ദാറ്റ് ഈസ് നമുക്ക് പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകാനും അതിൻ്റെ പ്രോസസ്സുകളെ കറക്റ്റ് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ടു മാക്സിമൈസ് കസ്റ്റമർ വാല്യൂ, കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ, അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ ക്വാളിറ്റി പ്രോഡക്ട്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അതിനുവേണ്ടി പേ ചെയ്യുന്ന മണിക്കുള്ള വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യാണ്. സോ കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, നമ്മൾക്ക് കോമ്പറ്റേറ്റേഴ്സിന് ഇടയിൽ മാർക്കറ്റിൽ കോമ്പറ്റേറ്റേഴ്സിന് ഇടയിൽ ഒരു നല്ലൊരു സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു. ദെൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് പ്ലാൻ, ദെൻ നെക്സ്റ്റ് ആണ് ഡെവലപ്പ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് മേക്ക്, ദെൻ ടു ഡെലിവർ, ദെൻ റിട്ടേൺ. വീണ്ടും പ്ലാൻ. അപ്പോൾ ഇതൊരു റൊട്ടേറ്റഡ് അല്ലെങ്കിൽ സൈക്കിൾ പോലെയാണ്, ഫുൾ റൊട്ടേറ്റഡ് ഫങ്ഷനാണ്. ദെൻ ഇതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റേജാണ് പ്ലാൻ എന്ന് പറയുന്നത്. ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് സപ്ലൈ ചെയിൻ പ്രോസസ് ഇസ് പ്ലാനിങ് സ്റ്റേജ്. We need to develop a plan or strategy in order to address how the products and services will satisfy the needs and the necessities of customers. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ കാര്യത്തിലും നമ്മളൊരു പ്ലാനാണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഇവിടെയും ആദ്യം തന്നെ ഒരു പ്ലാനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും ഡിമാൻഡ്സും എങ്ങനെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യണം. Hence, planning should mainly focus on designing a strategy that yields maximum profit.
ദെൻ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റീസിനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ളതാണ്. ആഫ്റ്റർ പ്ലാനിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് ഓർ സോഴ്സിങ്. In this stage, we mainly concentrate on building a strong relationship with suppliers of raw materials required for production. അപ്പോൾ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ സോഴ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തു, എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് ഇനി അതിനുള്ള സപ്ലയേഴ്സ്, അതായത് ആ പ്രോഡക്റ്റ് നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള സപ്ലയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് എപ്പോൾ റിക്വയർഡ് ആവുന്നോ അപ്പോൾ സപ്ലൈ ചെയ്യാൻ അവർ കേപ്പബിൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവരായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഡെവലപ്പ് എന്നുള്ള ഒരു പ്രോസസ്സിൽ വരുന്നത്. ദിസ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ഐഡൻറ്റിഫൈയിങ് dependable suppliers but also determining different planning methods for shipping, delivery, payment of product. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സപ്ലയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ വരുന്നത്. ഇനി ആ പ്രോഡക്ട്സ് ഷിപ്പ് ചെയ്യാനും നമ്മൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുമുള്ള പ്രോസസ്സുകളും ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യണം. ദെൻ companies need to select suppliers to deliver the items and services they require to develop their product. So in this stage, the supply chain managers need to construct a set of pricing, delivery and payment process with suppliers and also create the matrix for controlling and improving the relationship. So ഈ സ്റ്റേജിൽ നമ്മളപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മാനേജേഴ്സ് ഈ പറഞ്ഞ പോലെ സപ്ലയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന് പ്രൈസിങ് ഫിക്സ് ചെയ്യണം. അതായത് നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഫിക്സ് ചെയ്യണം. ദെൻ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് പ്രോസസ്സുകൾ എങ്ങനെയാണ് എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ദെൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള നല്ലൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സപ്ലൈസായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുമായിട്ട് അവരുടെ ആക്ടിവിറ്റീസ്, ഈ പറയുന്ന സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്, നമ്മളുടെ സോഴ്സിങ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനുള്ളൊരു മാട്രിക്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ വേണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മേക്ക്. The third step in supply chain management process is the manufacturing or making of product that we were demanded by the customers. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തു കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എങ്ങനെയാണ് ഡിമാൻഡ് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തു. ദെൻ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനുള്ള മെറ്റീരിയൽസിനുള്ള സപ്ലയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു, അവരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു. നെക്സ്റ്റ് വരെ ചെയ്യേണ്ടത് നമ്മൾ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റേജാണ് മേക്ക് എന്ന് പറയുന്ന ഈ സ്റ്റേജ്. ഇൻ ദിസ് സ്റ്റേജ് ദ പ്രോഡക്ട്സ് ആർ ഡിസൈൻഡ്, പ്രൊഡ്യൂസ്ഡ്, ടെസ്റ്റഡ്, പാക്ഡ് ആൻഡ് സിങ്ക്രണൈസ്ഡ് ഫോർ ഡെലിവറി. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, ദെൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ദെൻ അത് പാക്കേജ് ചെയ്യുന്നു, ദെൻ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. Here, the task of supply chain manager is to schedule all activities required for manufacturing, testing, packaging and preparation for delivery. അപ്പോൾ ഇവിടെ സപ്ലൈ ചെയിൻ മാനേജർ ചെയ്യേണ്ടത് മാനുഫാക്ചറിങ് ചെയ്യുന്ന കാര്യങ്ങളും ടെസ്റ്റിങ്ങും പാക്കേജിങ്ങും ഡെലിവറിക്കുള്ള ആ ഒരു പ്രോസസ്സും എല്ലാം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദിസ് സ്റ്റേജ് ഇസ് കൺസിഡർഡ് ആസ് എ മോസ്റ്റ് മെട്രിക് ഇൻറ്റൻസീവ് യൂണിറ്റ് ഓഫ് സപ്ലൈ ചെയിൻ where firms can gauge the quality levels, production output and worker productivity. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിലാണ് ഫേമിന് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ലെവൽ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട്, വർക്കറുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കാരണം ഇവിടെയാണ് മേക്കിംഗ് നടക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും, ദെൻ ഔട്ട്പുട്ടിൻ്റെ എത്ര ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദെൻ വർക്കേഴ്സ് എങ്ങനെയാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവർക്ക് എത്ര പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജാണ് ഡെലിവർ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾക്കത് ഡെലിവറി ചെയ്യാം. The fourth stage is a delivery stage. Here, the products are delivered to the customers, the location by the supplier. This stage is basically the logistics phase where customer orders are accepted and the delivery of goods are planned. അപ്പോൾ ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് എത്തിക്കുന്ന സ്റ്റേജാണ്. ദെൻ ഇവിടെയാണ് മെയിനായിട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വരുന്നത്. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഓർഡേഴ്സ് റിസീവ് ചെയ്യുകയും അതുപോലെ പ്രോഡക്ട്സ് ഡെലിവറി ചെയ്യാനുള്ള പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലാണ്. Then, the delivery stage is often referred to as logistics, where firms collaborate for the receipt of orders from customers, establish a network of warehouse, pick carriers to deliver products to customers, and set up an invoicing system to receive payments. അപ്പോൾ ഇതിനെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഒരു യൂസ് ഇവിടെയാണ് വരുന്നത് മെയിനായിട്ട്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ ഓർഡേഴ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. ദെൻ ഓർഡേഴ്സ് ഒരു നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ കാരിയേഴ്സ് അതിനെ പിക്ക് ചെയ്യുന്നുണ്ട്. വെയർ ഹൗസിൽ നിന്നും ആ പ്രോഡക്റ്റിനെ പിക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. ദെൻ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവോയ്സ് ഷീറ്റുകൾ അല്ലെങ്കിൽ ഇൻവോയ്സ് റെസിപ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനിലാണ്. സോ അതുകൊണ്ടാണ് ഈ സ്റ്റേജിനെ നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സിൽ വരുന്ന ആക്ടിവിറ്റീസ്, മേജർ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ദെൻ നെക്സ്റ്റ് ഫേസ് ആണ് റിട്ടേൺ. The last and final stage of supply chain management is referred to as return. In this stage, defective and damaged goods are returned to the supplier by the customer. Here, the companies need to deal with customer queries and respond to their complaints, etc. അപ്പോൾ റിട്ടേൺ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു, ഇൻ കേസ് അതിനെന്തെങ്കിലും ഡാമേജസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് സപ്ലയേഴ്സിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ദെൻ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ക്വയറീസിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മെയിൻ്റനൻസോ റിട്ടേണോ റീപ്ലേസ്മെൻറ്റോ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഇവിടെ വരുന്ന പ്രോസസ്സാണ്. This stages often tend to be a problematic section of supply chain for many companies. The planners of supply chain need to discover the responsive and the flexible network for accepting damaged, defective and extra products back from their customers and facilitating the return process for customers who have issues with delivered products. അപ്പോൾ ഈ സ്റ്റേജ് പല കമ്പനീസിനും ഒരു ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ ഇഷ്യൂസ് കൂടുതലുള്ള ഒരു സെക്ഷനായിട്ടാണ് മാറാറ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സപ്ലൈ ചെയിൻ മാനേജേഴ്സ് ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യാനും അത് റിട്ടേൺ ചെയ്യാനും അതുപോലെ ഡിഫക്റ്റീവ് പ്രോഡക്റ്റുകളെയും റിട്ടേൺ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ സപ്ലൈ ചെയിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു നെറ്റ്വർക്ക് പോലെ തന്നെ കസ്റ്റമേഴ്സിൽ നിന്നും റിട്ടേൺ പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിലേക്ക് എത്തിയിട്ട് മാനുഫാക്ചറിങ് ഫേമിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും ഡാമേജ് അല്ലാത്ത പ്രോഡക്റ്റ് അവർക്ക് റിട്ടേൺ ചെയ്യുക, റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിനുള്ള നെറ്റ്വർക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.